വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ തലവേദനയുള്ള ഒരുപാട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഒരുപാട് മൈഗ്രെയിൻ രോഗികൾക്ക് ശരീരത്തിൽ ചൂടുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ശരീരത്തിൽ വേർപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ തലവേദനയും നിങ്ങളുടെ ശരീരത്തിലെ ചൂടും വേർപ്പുമായിട്ടൊന്നും നിങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇത്തരത്തിൽ വെറുതെ ഇരിക്കുമ്പോൾ വെട്ടി വേർക്കുകയും അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തല മുഴുവൻ വേർത്തൊലിക്കുകയും ഫാനിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ തന്നെ വേർക്കാൻ തുടങ്ങുകയും ശരീരത്തിൽ ചൂട് തോന്നുകയും എല്ലാം ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ ഇംബാലൻസ് കാരണമാവാം. പ്രത്യേകിച്ചും മെനപ്പോസൽ ഏജിലുള്ള അതല്ലെങ്കിൽ പെരിമെനപ്പോസൽ ഏജിലുള്ള ഒരു 40 കഴിഞ്ഞുള്ള സ്ത്രീകളിലെല്ലാം ഇത്തരത്തിൽ ഒരുപാട് കംപ്ലയിൻസുകൾ കണ്ടുവരാറുണ്ട്. തൈറോയിഡിന്റെ ഗ്രന്ഥിയുടെ ഹോർമോണുകൾ പരിശോധിക്കുന്നതും PCOD പോലത്തെ രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതും ശരീരത്തിലെ ഫാറ്റ് കണ്ടന്റിന്റെ അളവ് പരിശോധിക്കുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള രോഗനിർണയത്തിന് നിങ്ങളെ സഹായിച്ചേക്കാം. ഇത്തരം അവസ്ഥയുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തലവേദനയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ആളുകളിൽ കൃത്യമായിട്ട് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ധാരാളം വെള്ളം കുടിക്കുകയും മറ്റൊന്ന് വിയർക്കുന്ന രീതിയിലുള്ള എയറോബിക് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ഇവ രണ്ടും ചെയ്യുമ്പോൾ ക്രമേണ നിങ്ങളുടെ ശരീരത്തിലെ ചൂടിന്റെ അവസ്ഥ അതല്ലെങ്കിൽ ശരീരത്തിൽ ചൂട് കുരുക്കൾ വരികയും ശരീരത്തിൽ അമിതമായിട്ട് ചൂട് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയെല്ലാം വളരെയധികം മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. കൃത്യമായിട്ട് രോഗനിർണയവും ഹോമിയോപ്പതി ചികിത്സയും ഇത്തരത്തിലുള്ള രോഗികളെ വളരെയധികം സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളമായിട്ട് ചൂട് നിൽക്കുകയും അമിതമായിട്ട് വേർപ്പും പ്രശ്നങ്ങളുമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.